ഗൈസ് ഞാനേ അവരാധ സിനിമകൾ നമ്മൾ ഒരുപാട് കാണാറുണ്ടല്ലോ, ഒരുപാട് അവരാധ സിനിമകൾ കണ്ടിട്ടുണ്ട്, നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. എന്നാൽ ബഗീര എന്നും പറഞ്ഞൊരു സിനിമ 2023 പ്രഭുദേവ നായകനാക്കി അഭിനയിച്ചൊരു സിനിമയുണ്ട്. ഞാൻ ഇന്നലെ റോസ്റ്റിന് സജഷൻ കിട്ടിയ സമയത്ത് ഞാൻ ആ പടം ഇരുന്ന് കണ്ടേ. 2.5 മണിക്കൂറുള്ള പടം ഉണ്ട് കേട്ടോ. ആത്തിക് രവീന്ദ്രനാണ് സിനിമയുടെ ഡയറക്ടറായി അപരാധം നിറച്ചു വെച്ചേക്കണം. എന്ന് വെച്ചാൽ സ്ത്രീ വിരുദ്ധത, ടോക്സിസിറ്റി, സ്ലട്ട് ഷെയിം, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് പക്ക സ്ത്രീ വിരുദ്ധത. അതിന് വേണ്ടി ഒരു സിനിമ എടുത്ത് എങ്ങനെ ഇരിക്കും? 5-6 നായകന്മാരുണ്ട്. അത് കുറച്ച് നമ്മുടെ മറ്റേ പഴയ ഒരു സിനിമ ഉണ്ടല്ലോ, നാനവനല്ലേ, ആ ടൈപ്പ് ഓഫ് സാധനങ്ങൾ, പെണ്ണുങ്ങളെ കൊല്ലുന്ന, കുറച്ച് കാമുകനെ ചതച്ചിട്ട് പോകുന്ന പെണ്ണുങ്ങളെ തേടി പിടിച്ച് കൊല്ലുന്ന ഒരു നായകൻ. റീസൺ ഒക്കെ കോമഡി കേട്ടോ അതിന് പറയുന്നത്. അതല്ല, അതിന്റെ സ്ക്രീൻ പ്ലേയും അതിനകത്ത് വന്നേക്കുന്ന ആ കഥയുണ്ടല്ലോ, കഥ, അതിന് നായകൻ എങ്ങനെ സൈക്കോ ആണ് നായകൻ, സൈക്കോ ആയി മാറിയതിനുള്ള റീസൺ. എന്ത് സിനിമയുടെ ആത്തിക് രവീന്ദ്രൻ ഗുഡ് ബാഡ് എടുത്താണ്. ആ പുള്ളിയുടെ ടൈപ്പ് സാധനങ്ങൾ അറിയാലോ, ഫുള്ള് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഡാൻസും പാട്ടും BGM ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അയാൾ. ഇങ്ങനെ ഒരു സിനിമ ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പ്രഭുദേവയുടെ അഭിനയം എന്റെ പോന് ഇമ്മാതിരി വെറുപ്പില്ല. ഇത്രയും ഒന്നാതെ പ്രഭുദേവ ഒരു പടത്തിൽ ഇപ്പൊ പണ്ടങ്ങാണ്ട ചെയ്ത പടങ്ങളാണ്, അതിന്റെ പേരിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരൊറ്റ നല്ല പടം പോലും അംഗീകരിക്കില്ല. ഇത്രയും ഒലിഞ്ഞ പടം ഒരാൾ പോലും ഞാൻ റിവ്യൂ ഇടുന്നതോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുന്നതോ കാണും. മിക്കവാറും ഇട്ടതൊക്കെ അടിച്ച് സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞായിരിക്കും കേട്ടവന്മാർ. ഞാൻ എന്തായാലും ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഓപ്പറേ സ്ട്രൈക്ക് അടിച്ചാലും കുഴപ്പമില്ല, 100 പേരെങ്കിലും കാണട്ടെ ഇങ്ങനൊരു സിനിമ ഇറങ്ങി എന്നുള്ളത്. ഇമ്മാതിരി റിഗ്രസീവ് സാധനം പൊന്നണ്ണ സമ്മതിക്കണം കേട്ടാ.